നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. റഷ്യയുടെ സ്പുട്നിക് കോവിഡ് വാക്സിൻ അവസാനഘട്ട പരീക്ഷണം അബുദാബിയിൽ തുടങ്ങി. ഓഫ് റോഡ് ഡ്രൈവിംഗ് പ്രേമികൾക്ക് 6 പുതിയ റൂട്ടുകൾ പ്രഖ്യാപിച്ച് അബുദാബി വിനോദ സാംസ്കാരിക വകുപ്പ്. ട്രാഫിക് പിഴകൾക്ക് 35% വരെ ഇളവ് നേടാൻ അബുദാബിയിൽ അവസരം നൽകുന്നു. ഗതാഗത രംഗത്തെ അതിവേഗതയുടെ പര്യായമായ സ്കൈപോഡിന്റെ ആദ്യഘട്ടം ഷാർജയിൽ പൂർത്തിയായി. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് ജനുവരി 26 വരെ UAE-യിൽ തുടരാം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ഖത്തറുമായുള്ള ഗതാഗത വാണിജ്യ ബന്ധങ്ങൾ ഒരാഴ്ചയ്ക്കകം പുനഃസ്ഥാപിക്കുമെന്ന് UAE വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ഗർഗാഷ് അറിയിച്ചു. ഇരു രാജ്യങ്ങളിലും എംബസികളുടെ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓൺലൈനിലൂടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായി അറിയിച്ചത്. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ഒരു പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഖത്തർ പ്രതിസന്ധി മറികടക്കുന്നതിന് തികഞ്ഞ അനുകൂല നിലപാടാണ് UAE സ്വീകരിക്കുന്നത്. ഗതാഗത വാണിജ്യ നിക്ഷേപ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് വളരെ എളുപ്പമാണെങ്കിലും പരസ്പരം വിശ്വാസം ആർജിക്കുക, ആത്മവിശ്വാസം വളർത്തുക എന്നത് കൂടുതൽ സമയം വേണ്ട പ്രക്രിയയാണെന്നും ഗർഗാഷ് അഭിപ്രായപ്പെട്ടു. അബുദാബി 24/7. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ അവസാനഘട്ട പരീക്ഷണം അബുദാബിയിൽ ആരംഭിച്ചു. 500 സന്നദ്ധ പ്രവർത്തകരെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള അബുദാബിയിൽ താമസിക്കുന്നവർക്കാണ് കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നത്. മറ്റു വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുക്കാത്തവരും ശ്വാസകോശ രോഗങ്ങളോ മറ്റു പകർച്ചവ്യാധികളോ ഇല്ലാത്തവരുമായിരിക്കണം സന്നദ്ധ പ്രവർത്തകർ. സ്പുട്നിക് V എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ ഗമാലിയ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വെക്ടർ എന്ന വൈറസിനെ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ചെടുത്ത് തയ്യാറാക്കിയ സ്പുട്നിക് വാക്സിൻ 92% ഫലപ്രദമാണെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. സ്പുട്നിക് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് v4v.ae എന്ന ലിങ്കിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അബുദാബി ആരോഗ്യവകുപ്പും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയവും സേഹയും സംയുക്തമായി ചേർന്നാണ് പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. അബുദാബി 24/7. ദുബായ് നഗരത്തിന്റെ ആകാശവിതാനത്തെ പ്രകാശപൂരിതമാക്കുന്ന ഡ്രോൺ ഷോ ജനുവരി 30 വരെ തുടരും. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയിൽ 300 ഡ്രോണുകളാണ് ദീപപ്രഭയിലൂടെ കൗതുക കാഴ്ച ഒരുക്കുന്നത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ഡ്രോൺ ഷോ ആരംഭിച്ചത്. ഈ മാസം 30 വരെയാണ് ഷോ നടക്കുന്നത്. രാത്രി 7 മണിക്കും 9:30-നുമാണ് ഷോ നടക്കുക. ദി ബീച്ച് JBRന് എതിർവശം ബ്ലൂ വാട്ടേഴ്സ്, ഷെറാട്ടൺ ജുമേറാത്ത് ബീച്ച് റിസോർട്ട് എന്നിവിടങ്ങളിലാണ് ഡ്രോൺ ഷോ പ്രത്യക്ഷമാവുക. എ സിറ്റി ഓഫ് അഡ്വഞ്ചർ എന്ന ആദ്യ ഷോയിൽ ദുബായ് എമിറേറ്റിൽ കാണേണ്ട പ്രത്യേക കാഴ്ചകളുടെ ഡ്രോൺ ആവിഷ്കാരമാണ് ഒരുക്കുക. ദുബായ് ഫ്രം ദ പാസ്റ്റ് ടു ദ പ്രസന്റ് എന്ന രണ്ടാമത്തെ ഷോയിൽ ദുബായിയുടെ പഴമയിൽ നിന്നും ആധുനികതയിലേക്കുള്ള പ്രയാണമാണ് വരച്ചു കാട്ടുക. DSFന്റെ ഔദ്യോഗിക ഗാനവും ഡ്രോൺ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അബുദാബി 24/7. UAE-യിലെ ഓഫ് റോഡ് ഡ്രൈവിംഗ് പ്രേമികൾക്ക് സാഹസികത നിറഞ്ഞ 6 റൂട്ട് മാപ്പുകൾ പ്രഖ്യാപിച്ച് അബുദാബി വിനോദ സാംസ്കാരിക വകുപ്പ്. കാലാവസ്ഥയുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി ഡെസേർട്ട് ക്യാമ്പിംഗ് അടക്കമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. അബുദാബി, അൽദഫ്ര, അലൈൻ എന്നിവിടങ്ങളിലെ 6 ഓഫ് റോഡ് പാതകളാണ് വിനോദസഞ്ചാര വകുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അൽ റമഹ്, ഉമ്മൽ ഔഷ്, അലൈൻ, വൈറ്റ് സാൻഡ്സ്, ലിവ ക്രോസിംഗ്, ഹമീൻ ലൂപ്പ്, അൽ ഖസ്ന തുടങ്ങിയ സാഹസിക നിറഞ്ഞ റൂട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓഫ് റോഡ് ഡ്രൈവിംഗ് അറിയാത്ത തുടക്കക്കാർക്കായി പ്രാഥമിക ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഇവിടെ നൽകുന്നുണ്ട്. സുരക്ഷിതമായ ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭവം നൽകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിസിറ്റ് abudabi.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. അബുദാബി 24/7. UAE-യിലെ അതിവേഗ ഇലക്ട്രിക് സ്കൈപോഡ് ഗതാഗത സംവിധാനത്തിന്റെ ആദ്യഘട്ടം ഷാർജയിൽ പൂർത്തിയായി. ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പാർക്കിലാണ് ഗതാഗത രംഗത്തെ പുതിയ കാലഘട്ടത്തിന് വേഗത പകരുന്ന സ്കൈപോഡ് തയ്യാറാക്കിയിരിക്കുന്നത്.
ബെലാറസ് സ്കൈവേ ടെക്നോളജിയാണ് ഷാർജയിൽ 2 കിലോമീറ്റർ നീളത്തിലുള്ള ആകാശപാതയിലൂടെ സ്കൈപോഡ് യാത്ര സാധ്യമാക്കിയിരിക്കുന്നത്. ആഴ്ചകൾക്കകം യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള സ്കൈപോഡ് യാത്ര തുടങ്ങുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് മാസത്തോടെ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത 3 വർഷത്തിനകം ഷാർജയിൽ നിന്നും കോർഫക്കാനിലേക്ക് 130 കിലോമീറ്റർ നീളത്തിൽ ആകാശപാത സജ്ജമാകും. 500 കിലോമീറ്റർ വേഗത്തിലാകും സ്കൈപോഡ് കുതിക്കുക. പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭകരമാണ് സ്കൈപോഡ് എന്നും മലകളും സമുദ്രങ്ങളും താണ്ടിയുള്ള യാത്രയ്ക്ക് സ്കൈപോഡ് അനുയോജ്യമാണെന്നും സ്കൈവേ ഗ്രീൻ ടെക് CEO ഒലെഗ് സരോസ്കി വ്യക്തമാക്കി. അബുദാബി 24/7. UAE-ൽ പ്രതിദിനം നൽകുന്നത് 47,000 ഡോസ് കോവിഡ് വാക്സിൻ. ആകെ ജനസംഖ്യയുടെ 8% വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. 8,26,301 പേർ UAE-ൽ വാക്സിൻ സ്വീകരിച്ചു എന്നാണ് ആരോഗ്യ വിഭാഗം ഔദ്യോഗിക വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസാനി അറിയിച്ചത്. പുതുവർഷത്തിന്റെ ആദ്യ 4 മാസത്തിനുള്ളിൽ രാജ്യത്തെ 50% ആളുകൾക്കും കോവിഡ് വാക്സിൻ നൽകുന്നതിനാണ് UAE ആരോഗ്യവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. UAE-ലെ കോവിഡ് രോഗവ്യാപനം അതോടെ ഗണ്യമായി കുറയ്ക്കാമെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്ത് രോഗവ്യാപനം വർദ്ധിക്കുന്നത് നിരീക്ഷിക്കുന്നതായും രോഗപ്രതിരോധ നടപടികൾ കർശനമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അൽ ഹുസാനി അറിയിച്ചു. UAE-ൽ നൽകുന്ന വാക്സിൻ വളരെ മുതിർന്ന പൗരന്മാർക്കും 60 വയസ്സിന് മുകളിലുള്ളവർക്കും 100% വിജയകരമാണെന്ന് തെളിഞ്ഞതായും ഔദ്യോഗിക വക്താവ് അറിയിച്ചു. അബുദാബി 24/7. ഡിസംബർ 19-നും ജനുവരി 15-നും ഇടയിൽ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് ജനുവരി 26 വരെ UAE-ൽ തുടരാം. താമസ വിദേശകാര്യ ജനറൽ ഡയറക്ടറേറ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. UAE-ൽ സന്ദർശക വിസയിലെത്തി കാലാവധി കഴിഞ്ഞവർക്ക് മടക്കയാത്രയെക്കുറിച്ചും അധിക താമസ പിഴകളെക്കുറിച്ചുമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് സന്ദർശക വിസയിലെത്തി കുടുങ്ങിയവർക്ക് 1 മാസത്തേക്ക് കൂടി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അബുദാബിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ നേരത്തെ അടച്ചാൽ 35% ഇളവ് നേടാൻ അവസരം. നിയമലംഘനം നടത്തി 60 ദിവസത്തിനുള്ളിൽ ട്രാഫിക് പിഴ അടച്ചാൽ 35% കുറവുണ്ടാകുമെന്നാണ് അബുദാബി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗുരുതരമായ ലംഘനങ്ങൾക്ക് ഈ ഇളവ് ബാധകമല്ലെന്നും അറിയിപ്പിലുണ്ട്. ദുബായ് സ്കൈ വ്യൂ ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം കൈമാറിയതായി MR പ്രോപ്പർട്ടീസ്. 750 മില്യൺ ദിർഹത്തിനാണ് 100% ഓഹരിയും കൈമാറിയത്. ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിന് നൽകിയ വിവരത്തിലാണ് MR പ്രോപ്പർട്ടീസ് ഹോട്ടൽ വിൽപ്പനയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്തേഫാനോസ് സഹദായുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത്. 8-ാം തീയതി രാവിലെ 7 മണി മുതൽ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും പെരുന്നാൾ പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളും വികാരി ഫാദർ തോമസ് ജോളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. കേരളത്തിൽ ഇന്ന് 5051 കോവിഡ് കേസുകൾ രേഖപ്പെടുത്തി. 25 കോവിഡ് മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5638 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇതുവരെ 3234 പേരാണ് മരിച്ചത്. കേരളത്തിലെ മറ്റ് പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൾ ജമീഷ് ചേരുന്നു. സ്വാഗതം. ഇന്നത്തെ 10 പ്രധാനപ്പെട്ട കേരള വാർത്തകൾ. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. Adam and Eve Ayurveda, a new division with old traditions. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കോടതിയുടെ സമയം കഴിഞ്ഞതിനാൽ കേസിൽ ഇന്ന് വാദം കേൾക്കാനായില്ല. തുടർന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ആവശ്യപ്രകാരമാണ് ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീലും നിലവിൽ പ്രതിപട്ടികയിൽ ഉള്ളവർ നൽകിയ വിടുതൽ ഹർജികളുമാണ് കോടതിയുടെ മുൻപാകെ ഉള്ളത്. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ലെന്ന് കസ്റ്റംസിന്റെ നിയമോപദേശം. നിയമസഭാ സെക്രട്ടറിയുടെ കത്തിന് കസ്റ്റംസ് മറുപടി നൽകി. ചോദ്യം ചെയ്യലിന് നാളെ ഹാജരാകാമെന്ന് കാട്ടി സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണയും ഹാജരാകില്ലെന്ന് അയ്യപ്പൻ പറഞ്ഞിരുന്നു. സഭാ സമ്മേളനമുള്ളതിനാൽ തിരക്കുണ്ട് എന്നായിരുന്നു അയ്യപ്പൻ ഇതിന് നൽകിയ വിശദീകരണം. നെടുങ്കണ്ടത്ത് കസ്റ്റഡിയിലിരിക്കെ രാജ്കുമാർ കൊല്ലപ്പെട്ടത് ക്രൂര മർദ്ദനമേറ്റെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. മർദ്ദിച്ച പോലീസുകാരെക്കുറിച്ചും നടപടികളെക്കുറിച്ചുമുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. അനന്തമായി നീണ്ടുപോകാതെ റിപ്പോർട്ടിൽ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആരോപണ വിധേയരായവർ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും ജസ്റ്റിസ് K. നാരായണക്കുറുപ്പ് പറഞ്ഞു. സംസ്ഥാനത്തുണ്ടായ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുമോ എന്നറിയാൻ കേന്ദ്ര സംഘം പരിശോധന നടത്തി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ ആരോഗ്യ വിദഗ്ധ
ഡോക്ടർ രുചി ജെയിനിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ കേന്ദ്ര സംഘമാണ് പരിശോധന നടത്തുന്നത്. രോഗബാധിത മേഖലകൾ സംഘം സന്ദർശിച്ചു. അതേസമയം കേരളം അടക്കം 3 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾക്ക് വീഴ്ച പാടില്ലെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. അതിനിടെ സംസ്ഥാനത്ത് ഇന്ന് 5051 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5638 പേർ രോഗമുക്തി നേടി. കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർവകലാശാലകളിലെ അനധ്യാപക നിയമനം PSCക്ക് വിടുകയും വിശേഷാൽ ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ നിയമനാധികാരം PSCയിൽ നിക്ഷിപ്തമാണ്. സ്ഥിരപ്പെടുത്തിയ ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരായി തന്നെ തുടരുമെന്നും കോടതി വ്യക്തമാക്കി. വൈറ്റില പാലം തുറന്നുകൊടുത്ത കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം. V4 കൊച്ചി ക്യാമ്പയിൻ കോർഡിനേറ്റർ നിപുൺ ചെറിയാന് ജാമ്യമില്ല. വാഹനങ്ങൾ കടത്തിവിട്ട കേസിൽ ആദ്യം കയറിപ്പോയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. V4 കൊച്ചി പ്രവർത്തകർ തന്നെയാണ് പാലത്തിലൂടെ വാഹനം ഓടിച്ചതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. വാളയാർ പെൺകുട്ടികളുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കേസ് അട്ടിമറിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിലില്ല. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്ന് പ്രവീൺ എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതും അന്വേഷിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജയിലിൽ ഭീഷണി എന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഉത്തരവിന് സ്റ്റേ. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്തത്. സർക്കാർ നൽകിയ അപ്പീലിലാണ് നടപടി. നെയ്യാറ്റിൻകര സ്വദേശിയുടെ പരാതിയിൽ ഫോർട്ട് CIക്കാണ് കേസെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. NCPയുടെ സീറ്റ് വിട്ടുകൊടുത്ത് വിട്ടുവീഴ്ച വേണ്ടെന്ന് ശരത് പവാർ അറിയിച്ചതായി TP പീതാംബരൻ. തങ്ങളുടെ വികാരം ശരത് പവാറിനെ ബോധ്യപ്പെടുത്താനായി പാലാ സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നും NCP തന്നെ മത്സരിക്കുമെന്നും മാണി C കാപ്പൻ വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിനിടയിൽ ശരത് പവാർ കേരളത്തിൽ എത്തും. NCP നേതാക്കളുമായുള്ള ചർച്ചയ്ക്കാണ് പവാർ കേരളത്തിലേക്ക് എത്തുന്നത്. കോതമംഗലം പള്ളി CRPFനെ ഉപയോഗിച്ച് ഏറ്റെടുക്കണമെന്ന ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതാണ് തടഞ്ഞത്. സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 15-ന് പരിഗണിക്കും. കോടതി ലക്ഷ്യ ഹർജിയിലെ ഉത്തരവിന്റെ നിയമസാധുതയും പരിശോധിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കേരള വാർത്തകൾ. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. Adamantine Ayurveda, a new division with old traditions. UAE ഇന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Redex Media Event Management Abu Dhabi. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management. Abu Dhabi 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. റഷ്യയുടെ സ്പുട്നിക് കോവിഡ് വാക്സിൻ അവസാനഘട്ട പരീക്ഷണം അബുദാബിയിൽ തുടങ്ങി. ഓഫ് റോഡ് ഡ്രൈവിംഗ് പ്രേമികൾക്ക് 6 പുതിയ റൂട്ടുകൾ പ്രഖ്യാപിച്ച് അബുദാബി വിനോദ സാംസ്കാരിക വകുപ്പ്. ട്രാഫിക് പിഴകൾക്ക് 35% വരെ ഇളവ് നേടാൻ അബുദാബിയിൽ അവസരം നൽകുന്നു. ഗതാഗത രംഗത്തെ അതിവേഗതയുടെ പര്യായമായ സ്കൈപോഡിന്റെ ആദ്യഘട്ടം ഷാർജയിൽ പൂർത്തിയായി. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് ജനുവരി 26 വരെ UAEയിൽ തുടരാം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.